പാസ്റ്റർ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥിയായി കടന്നു വന്നിരിക്കുന്നത് പത്തനംതിട്ട സ്വദേശിയായ സദാനന്ദൻ്റെയും ലൈലയുടെയും രണ്ടാമത്തെ മകളായ രേഖയാണ്. രേഖ ബൈബിൾ സ്കൂൾ പഠിപ്പിക്കുന്നതിലും മറ്റു പല നിലകളിലും ഇന്ന് കർത്താവിൻ്റെ വേലയിൽ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. തന്നെ ഇവിടെ ഇന്ന് ലഭിച്ചത് ഒരു വലിയ സന്തോഷമാണ്. ഇനി തൻ്റെ നാവിൽ തന്നെ തൻ്റെ അനുഭവം നമുക്ക് ശ്രമിക്കാവുന്നതാണ്. ഹലോ, ഞാൻ രേഖ. എൻ്റെ വീട് പത്തനംതിട്ടയിലാണ്. ഞാനൊരു ഹൈന്ദവ കുടുംബത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. എല്ലാ കുട്ടികളെയും പോലെ എൻ്റെ ബാല്യകാലവും കൂട്ടുകാരോടൊത്ത് നടക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പക്ഷെ അന്ന് ചെറിയ കുട്ടിയായിരുന്നപ്പോഴും ഞാൻ എപ്പോഴും ചിന്തിക്കും, ദൈവം എന്നൊരു ശക്തി ഉണ്ടെങ്കിൽ അത് എവിടെയാണ്, അത് ഉണ്ടോ, സ്വർഗമുണ്ടോ, നരകമുണ്ടോ, അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നു. യേശു എന്നാൽ എല്ലാ ദൈവങ്ങളിലും ഒരു ദൈവം, അങ്ങനെയായിരുന്നു യേശുവിനെക്കുറിച്ച് ഞാൻ കരുതിയിരുന്നത്. എന്നാൽ പഠിച്ചത് ഒരു ക്രൈസ്തവർ നടത്തുന്ന ഒരു സ്കൂളിലായിരുന്നു. ആ സ്കൂളിൽ ഞാൻ പഠിച്ചപ്പോൾ തന്നെ യേശുവിനെക്കുറിച്ചും ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ചുമൊക്കെ എനിക്ക് ചെറുതായിട്ടൊരു ആശയം എനിക്ക് കിട്ടി. എങ്കിലും ഈ പാട്ടുപാടി അല്ലെ ആരാധിച്ച് ഉറക്കെ കൊട്ടി പാടി നടന്നിരുന്ന ഒരു വിഭാഗം ആൾക്കാരോട് എനിക്ക് മനസ്സുകൊണ്ട് അന്ന് യോജിക്കാൻ കഴിഞ്ഞില്ല. അവരെന്താണ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചു. അതുപോലെ തന്നെ എന്നാലും ഞാൻ പാട്ട് പാടുകയും ആ പാട്ടിനോടൊരു ഇൻട്രസ്റ്റും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മുമ്പോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം സ്കൂളിൽ പോയി കഴിഞ്ഞപ്പം എൻ്റെ ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞു, നെറ്റിക്ക് എന്തോ പറ്റിയ ഒരു ചെറിയൊരു സ്വെല്ലിങ് പോലെ, ഒരു നീര് പോലെ കാണുന്നില്ല. ഞാനത് ആദ്യം അത്ര കാര്യമാക്കിയില്ല. പിന്നീട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ആ നീര് അതിങ്ങനെ കൂടി വന്നു. 10ാം ക്ലാസ്സിലാണ്. 10ാം ക്ലാസ്സിലെ പഠനം എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ്സിലെ റിസൾട്ട് എല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടി നോക്കിയിരിക്കുന്ന ഒരു സമയമാണ്. തീർച്ചയായിട്ടും മറ്റുള്ളവർ നമ്മളുടെ റിസൾട്ട്, നമ്മുടെ ഭാവി തന്നെ നിർണ്ണയിക്കുന്നത് 10ാം ക്ലാസ്സിന് ശേഷമാണല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് ഈ രോഗിയായിട്ട് അല്ലെങ്കിൽ ഒരു രോഗാവസ്ഥയിലേക്ക് ഞാൻ പോയി. രോഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിശദീകരിക്കാൻ പ്രയാസമാണ്. കാര്യം ദേഹം മുഴുക്ക വ്രണങ്ങൾ, അത് ഉച്ചു മുതൽ അങ്ങ് പാദം വരെ വ്രണങ്ങൾ. എന്താണെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്യാൻ പറ്റാത്തൊരു രോഗമായിരുന്നു. അതുപോലെ വ്രണങ്ങൾ വന്ന് അത് പഴുത്ത് അതിൽ നിന്ന് ചോര വമിക്കുന്നു. ആഹാരം കഴിക്കാൻ കഴിയില്ല. കട്ടിലിൽ ജീവശവം പോലെ ഇങ്ങനെ കിടക്കുന്നൊരവസ്ഥ. മാതാവിൻ്റെ അമ്മയാണ് എനിക്ക് ആഹാരം കൊണ്ടു തരുന്നത്. അപ്പം കഴിക്കാനൊന്നും പറ്റത്തില്ല. വളരെ പ്രയാസമായിരുന്നു. അപ്പോൾ ഞാൻ ആ കിടക്കയിൽ കിടന്ന് ഞാൻ വിചാരിച്ചു, എൻ്റെ ജീവിതം ഏതാണ്ട് തീർന്നു. കാര്യം നീര് വന്ന് രാത്രിയുടെ യാമങ്ങളിൽ കൈ കട്ടിലെ ഇങ്ങനെ ചൊറിയുന്നൊരവസ്ഥ. അതായത് ചൊറിഞ്ഞു കഴിഞ്ഞാൽ ആ സൗണ്ട് കേട്ടിട്ട് കള്ളന്മാർ വല്ലതും കയറിയതാണോ അത്രയ്ക്ക് ഒച്ച കേട്ടിട്ട് എൻ്റെ പിതാവ് എണ്ണീറ്റ് വന്ന ദിവസങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉറങ്ങാനും കഴിയില്ല. മൊത്തത്തിലാകെ വളരെ പരിതാപകരമായി ജീവനോടെ ഒരു ശവശരീരം കിടക്കുന്നില്ല. ജീവനോടെ ഒരു വ്യക്തിയെ ഉറുമ്പ് തിന്നുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യബുദ്ധിക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലപ്പുറം ഒരു അവസ്ഥയാണത്. ഉറങ്ങാൻ കഴിയുന്നില്ല, കൈകാലുകൾ മടക്കാൻ കഴിയുന്നില്ല, പരസഹായം കൂടാതെ നടക്കാൻ കഴിയുന്നില്ല. എല്ലാത്തിലുപരി എന്നെ വേദനിപ്പിച്ച എൻ്റെ സുഹൃത്തുക്കളൊക്കെ സ്കൂളിലേക്ക് പോകുന്നു, എനിക്ക് മാത്രം പഠിക്കാൻ കഴിയുന്നു. എൻ്റെ ഭാവി എന്തായിത്തീരും? എല്ലാം തീർന്നു. അന്ന് ആത്മീയമായൊരു ഉപദേശം തരുവാനോ എൻ്റെ പ്രയാസങ്ങൾ എൻ്റെ അടുത്തേക്ക് കടന്നു വന്ന് എന്നോടൊരു വാക്ക് പറയാനോ ആരും തന്നെ ഇല്ലായിരുന്നൊരവസ്ഥ. ബന്ധുക്കളൊക്കെ കാണാൻ വന്നവർ തീർന്നു, കൈ ഒഴിഞ്ഞു, ഇത് തീർന്നു, ഇത് ഫുൾ സ്റ്റോപ്പ് ഇടാൻ സമയമായി. അങ്ങനെ ഒരു എല്ലാവരിൽ നിന്നും നിരാശ ഉളവാക്കുന്ന ഒരു പ്രതികരണമായിരുന്നു. അങ്ങനെ ഞാൻ ആ കിടക്കയിൽ കിടന്നുകൊണ്ട് ചിന്തിച്ചു, എല്ലാ ദൈവങ്ങളെയും മനസ്സിലറിയാവുന്ന എല്ലാ ദൈവങ്ങളെയും വിളിച്ചു. നല്ല ദിവസം പ്രതി നില കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്, കുറയുന്നില്ല. ഡോക്ടർമാരുടെ അടുത്ത് ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്കിത് അറിയില്ല, ഇതെന്ത് രോഗമാണ്, രോഗമറിയാതെ എങ്ങനെയാണ് ഞങ്ങൾ ചികിത്സിക്കുന്നത്. അവർ വളരെ പ്രയാസപ്പെട്ടു. ആ രോഗം എന്താണെന്ന് പോലും അറിയാം. ഡോക്ടർ കാണാൻ പോലും കൂട്ടാക്കിയില്ല. അവർ മനുഷ്യൻ്റെ ആ ശക്തി, അതായത് ഒരു ഡോക്ടർ എന്നതിൽ ഡോക്ടറിൻ്റെ കഴിവുകളും അല്ലെങ്കിൽ ഡോക്ടർമാരെ കുറ്റപ്പെടുത്തുമല്ല, ഡോക്ടർമാർക്ക് പോലും ചില സന്ദർഭങ്ങളിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥകൾ തീർച്ചയായിട്ടും വരും. ആ സമയങ്ങളിലൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ഈ ശാസ്ത്രവും സാങ്കേതികമൊക്കെ എത്ര പുരോഗമിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഒരു ദൈവത്തിന് വന്ന് നേരിട്ട് നമ്മുടെ രോഗം സൗഖ്യമാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ യുക്തിവാദികൾ ചിലപ്പോൾ ചിന്തിച്ചേക്കാം അങ്ങനെ കഴിയില്ല. എന്നാൽ എല്ലാത്തിനും അപ്പുറത്ത്, നമ്മുടെ മാനുഷികമായ ചിന്തകൾക്കും പരിമിതികൾക്കും അപ്പുറത്ത് പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ആ രോഗക്കിടക്കയിൽ കിടന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ ആ കർത്താവിനെ മനസ്സിലാക്കാൻ അത്രയും ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരണമായിരുന്നു ദൈവത്തിന്, അല്ലേ? തീർച്ചയായിട്ടും. അന്ന് ഞാൻ ആ വ്യക്തി തന്നെയാണോ ഇന്ന് ഈ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ മറ്റുള്ളവർക്ക് അത്ഭുതമാണ്. തീർച്ചയായിട്ടും ദൈവം തന്നെ ആ ഒരു സന്ദർഭങ്ങളിൽ കൂടെ കടത്തിവിടുകയുണ്ടായി. അങ്ങനെ തന്നെ പ്രത്യേക ഒരു അപ്പോൾ അമ്മ യേശുവിൻ്റെ പൈതലായിരുന്നു. അമ്മ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. അമ്മയ്ക്കും വ്യക്തിപരമായിട്ടൊരു രോഗം വന്നു. അമ്മ ഏകദേശം മരണത്തോട് മല്ലടിച്ച് കിടക്കുന്നൊരു അനുഭവം, നെഞ്ചിൻ്റെ പ്രയാസത്താൽ. അവിടെയും ഡോക്ടർമാർ നോക്കുമ്പോൾ ഒരു രോഗമില്ല, എന്നാൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വളരെ പ്രയാസം.
അങ്ങനെ അമ്മ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. എങ്കിലും ഞങ്ങൾക്ക് ഒരു ഉപദേശം പറഞ്ഞു തരാനോ യേശുവിനെക്കുറിച്ച് കൂടുതൽ അറിയിച്ചു തരാനോ ഒന്നും അന്നത്തെ ചുറ്റുപാടിൽ ആരും ഉണ്ടായിരുന്നില്ല. എങ്കിലും അമ്മയ്ക്കും അങ്ങ് വിശ്വാസത്തിലേക്ക് അടിയുറച്ച് വന്നിട്ടില്ല. വരുന്നൊരു സമയമായിരുന്നു. അന്നേരം സത്യം പറഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളെ തേടി വരുന്നത്, അതായത് നഷ്ടപ്പെട്ട 99 ആടിനെ മാറ്റിവെച്ച്, അല്ലെങ്കിൽ 99 ആടുകളെ മാറ്റിവെച്ച് നഷ്ടപ്പെട്ട ഒരാടിനെ തേടി വന്ന ഇടയൻ്റെ സ്നേഹം എൻ്റെ ജീവിതത്തിൽ ഞാൻ ആ ദിവസങ്ങൾ തീർച്ചയായിട്ടും ആരുമില്ലായിരുന്നു നിങ്ങളെ സഹായിക്കാൻ? ഇല്ല, ബന്ധുക്കളോ ആരുമില്ല. എല്ലാവരും വന്ന് സഹതപിച്ചു. എല്ലാവരും ആ മുറിക്കുള്ളിൽ കയറാൻ പോലും കഴിയില്ല. വെളിയിൽ വന്ന് നിന്നിട്ട് പരിതപിച്ച് തിരിച്ചു പോയവരായിരുന്നു കൂടുതൽ. കാര്യം ജീവശവം പോലെ, ഇനി ഇതിനെ കുഴിച്ചിടാനേ പറ്റൂ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഭാവിയില്ല. എല്ലാവരും എഴുതി തള്ളിയൊരവസ്ഥ. ആ കിടക്കെ കിടന്ന് ഞാൻ വിചാരിച്ചു മരണമായിരിക്കും ഇനി. കാര്യം ആ പഴുപ്പ് തലയിൽ കൂടെ ഇനി ബാധിക്കാനുള്ളായിരുന്നു. ഏകദേശം എല്ലാ ഭാഗങ്ങളും പഴങ്ങളല്ലാതെ മറ്റൊന്നും തന്നെ ഭക്ഷിക്കാൻ പറ്റിയൊരവസ്ഥയായിരുന്നില്ല. അന്നേരം അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഒരു സഹോദരി അവിടേക്ക് വന്ന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാനൊരു തീരുമാനമെടുത്തു. ഒരു ദൈവമുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കുന്ന, ഡോക്ടർമാർ എന്നെ കൈയൊഴിഞ്ഞു, എന്നെ സൗഖ്യമാക്കുന്ന യേശു എന്നൊരു ദൈവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ രോഗം മാറിയാൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുക. ആ സഹോദരി പ്രാർത്ഥിച്ച് കടന്നുപോയി. പിറ്റേന്ന് തന്നെ. ആരായിരുന്നു സഹോദരി? ആ സഹോദരി ഞങ്ങൾ അറിയാവുന്ന ഒരു സഹോദരിയായിരുന്നു. പൊന്നമ്മ എന്നൊരു സഹോദരി, IPC എന്നൊരു സഭാ വിഭാഗത്തിൽപ്പെട്ടൊരു സഹോദരി, യേശുവിനെ അറിഞ്ഞ് ഒരു വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നു. ആ സഹോദരി ഞങ്ങൾ കണ്ടിട്ട് പോലും ഇല്ല. ആ സമയത്തേക്ക് ദൈവം എവിടുന്നോ ആ സഹോദരി അയക്കുകയായിരുന്നു. അതെ, തീർച്ചയായിട്ടും. കാര്യം മനുഷ്യർ മാറി നിൽക്കുന്ന അവസ്ഥകളിൽ, ഉറ്റവരും ഓടിയവരൊക്കെ മാറി നിൽക്കുന്ന അവസ്ഥകളിൽ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളെ തേടി വരും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല. ദൈവം നമ്മളെ ഓരോരുത്തരെയും കാണുന്നു, ദൈവം ഉണ്ട് അതെന്നുള്ളതിൻ്റെ വ്യക്തമായ ഒരു തെളിവ് തന്നെയായിരുന്നു. അല്ലെ, അങ്ങനെ ഒരു അപരിചിത ഭവനത്തിലേക്ക് കടന്നു വരികയും അങ്ങനെ ഞാൻ യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു. അങ്ങനെ ഞാൻ തീർച്ചയായിട്ടും ഈ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. അപ്പം അങ്ങനെ അന്ന് സുവിശേഷം പറഞ്ഞു, അന്ന് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. പിന്നെ എന്താ നടന്നത്? പിന്നെ തൊട്ടു പിറ്റേന്ന് തന്നെ ഒരു മരുന്നും കഴിക്കാതെ ആ മുറിവുകളൊക്കെ പതുക്കെ കരിയാൻ തുടങ്ങി. അതുവരെ തീർച്ചയായിട്ടും കരിയാൻ തുടങ്ങി. അപ്പോൾ ഒരു വാക്യ ദിവസങ്ങൾ എന്നോട് ഇടപെട്ടു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകും. എന്നാൽ എനിക്ക് അന്ന് എൻ്റെ ഒരു ഏതാണ്ട് 15 വയസ്സ് പ്രായത്തിൽ ആ ഒരു വാക്യത്തിൻ്റെ ഗഹനമായ ചിന്തകളിലേക്ക് ഉൾക്കൊള്ളാൻ എനിക്ക് കഴിഞ്ഞില്ല. ഞാനൊരു കുട്ടിയായിരുന്നല്ലോ അന്ന്. അപ്പം എന്നാലും ഈ വിഷയം, എന്നാൽ ഒരു ഹീലിംഗ് എനിക്കുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ആ സഹോദരി വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മുറിവുകൾ പതുക്കെ കരിഞ്ഞു, ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അന്ന് വികൃതമായൊരു മുഖമായിരുന്നു, വളരെ നീര് വെച്ച്, എന്നെ കണ്ടാൽ പോലും ആളറിയാത്ത രീതിയിൽ. അന്ന് എന്നെ കണ്ടവർ ഇന്ന് എന്നെ കാണുമ്പോൾ അയ്യോ ആ മകൾ തന്നെയാണോ ഇത്, ഞങ്ങൾക്ക് അത്ഭുതം, ഞങ്ങളുടെ കണ്ണുകൾക്കത്. കാര്യം അത് ഒരു പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റത്തില്ല, അതായത് വർണ്ണിക്കാനാവാത്ത വിധം വിശ്വസനീയമായ ഒരു സൗഖ്യം തന്നെയായിരുന്നു. അതിൻ്റെ ഹൃദയത്തിൽ തട്ടി തന്നെയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, കേൾക്കുന്ന പ്രേക്ഷകർ ഇതുപോലെ അവസ്ഥകൾ കൂടെ കടന്നു പോകുന്നവർ കാണാം. രേഖ പറഞ്ഞല്ലോ, ഡോക്ടർമാർ കൈവിട്ടു, ഡോക്ടർമാർ തന്നെ കാണാൻ പോലും കൂട്ടാക്കിയില്ല. രോഗം എന്താണെന്ന് അവർക്ക് ഡയഗ്നോസ് ചെയ്യാൻ കഴിയുന്നില്ല. ആ നിലയിൽ എല്ലാവരും കൈവിടപ്പെട്ട അവസ്ഥയിൽ മരണത്തെ മാത്രം മുഖാമുഖമായി കണ്ടുകൊണ്ട് തൻ്റെ കിടക്കയിൽ കിടക്കുന്ന ഒരു പെൺകുട്ടി, 10-15 വയസ്സ് മാത്രമേ എനിക്ക് പ്രായമുള്ളൂ. ചാർച്ചക്കാരും സ്നേഹിക്കുന്നവരും എല്ലാം മുറിക്കകത്ത് പോലും കയറാൻ എന്ന് പറഞ്ഞാൽ അതുപോലത്തെ അവസ്ഥയായിരുന്നു. താൻ പറഞ്ഞല്ലോ, വർണ്ണിക്കാൻ പോലും വയ്യ. അങ്ങനെ തല തൊട്ട് കാല് വരെയും വ്രണങ്ങൾ ബാധിച്ച് വളരെ പരിതാപകരമായ അവസ്ഥയിൽ ദിവസങ്ങൾ മാത്രം മരണ മുമ്പിൽ കണ്ടുകൊണ്ട് കിടന്ന ഒരു പെൺകുട്ടി. അവിടെയാണ് യേശുവിൻ്റെ സ്നേഹം ഇറങ്ങി വന്നത്. ലോകത്തിൽ തന്നെ വിടുവിക്കാൻ ആർക്കും കഴിയാത്ത അവസ്ഥ. ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഞാൻ നിന്നെ തള്ളിക്കളയിലോ ഉപേക്ഷിക്കുകയുമില്ല, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്നോട് കൂടിയുണ്ട്. പെറ്റ തള്ള തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? മറന്നാൽ ഞാൻ നിന്നെ മറക്കുകയില്ല. തൻ്റെ അപ്പനും അമ്മയ്ക്കും ഒക്കെ തന്നെ സഹായിപ്പാൻ ഒരു പരിമിതി ഉണ്ടായിരുന്നു. എന്തെങ്കിലും ഭക്ഷണം കൊണ്ട് കൊടുക്കുക, അല്ല എന്ത് ചെയ്യാൻ? ഡോക്ടർമാർക്ക് സഹായിക്കാൻ കഴിയുന്നില്ല, അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. എല്ലാവരും സഹതപിച്ചു മടങ്ങിപ്പോയി. മനുഷ്യർക്കൊക്കെ നമ്മളെ സഹായിപ്പാൻ ഒരു പരിധിയുണ്ട്. മനുഷ്യൻ്റെ എല്ലാം സഹായം വ്യർത്ഥം എന്നാൽ ബൈബിൾ നമ്മൾ വായിക്കുന്നത്. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇവിടെ രേഖ ദൈവത്തിൽ ആശ്രയിക്കണമെന്ന് വിചാരിച്ചുകൊണ്ടല്ല, തനിക്ക് വേറെ മാർഗമില്ലായിരുന്നു. എന്നാൽ ഡോക്ടർമാർക്ക് ആർക്കും എന്നെ സഹായിക്കാൻ കഴിഞ്ഞില്ല. ലോകത്തെ ആർക്കും തനിക്ക് ഒരു നല്ല വാക്ക് പോലും പറയാൻ ആരുമില്ലായിരുന്നു. നിങ്ങളുടെ അവസ്ഥ ഇതായിരിക്കാം. നമ്മളെ കഷ്ടതയുടെ തീച്ചൂളയിൽ കൂടെ കടന്നു പോകുമ്പോൾ, വേദനാജനകമായ അവസ്ഥകളിൽ കൂടെ കടന്നു പോകുമ്പോൾ,
ഡോക്ടർമാരെല്ലാം മരണത്തിന് വിധി എഴുതി നമ്മളെ തള്ളിക്കളയുമ്പോൾ മനുഷ്യൻ്റെ സ്നേഹങ്ങളെല്ലാം അറ്റുപോകും. ഏറ്റവും കൂടുതൽ അടുത്തിരുന്നവർ നമ്മൾ അകന്നു മാറും. ഏകയായി വിടപ്പെടുന്ന അവസ്ഥ വരും. കിടക്കയിൽ തന്നെ നെടുവീർപ്പിട്ട് കണ്ണുനീര് കിടക്കയെ നനയ്ക്കുന്ന അവസ്ഥകൾ. നിങ്ങൾ ചിലപ്പോൾ ആ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം. നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ അകന്ന് പോയി കാണാം. നിങ്ങളുടെ മുറിയിലേക്ക് വരാൻ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പോലും വിസമ്മതം കാണിക്കുന്നുണ്ടായിരിക്കാം. ഈ സന്ദർഭത്തിൽ ഇറങ്ങി വരുന്ന ഒരു സ്നേഹമാണ് യേശുവിൻ്റെ സ്നേഹം. ഞാൻ നിന്നെ തള്ളിക്കളയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. ഏത് സ്നേഹം, ഏറ്റവും വലിയ സ്നേഹം അമ്മയുടെ സ്നേഹം. ആ അമ്മ നിന്നെ തള്ളിയാലും ഞാൻ നിന്നെ തള്ളുകയില്ല എന്ന് പറഞ്ഞ യേശു രേഖയെ ഓർത്തു. അവളൊരു വലിയ നല്ല ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച് വളർന്നുകൊണ്ടല്ല കർത്താവളെ ഓർത്തത്. ഒരു സദാനന്ദൻ്റെ ലൈലയുടെ മകളായിട്ട് ഒരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ച് വളർന്ന ആ പെൺകുട്ടിയെ സ്വർഗമോർത്തു. കർത്താവിന് മതം ഒരു വിഷയമല്ല, കർത്താവിന് ജാതീയ വിഭാഗങ്ങൾ ഒരു വിഷയമല്ല. മനുഷ്യവർഗത്തെ മൊത്തമായി അവൻ സ്നേഹിക്കുന്നു. മനുഷ്യനെ ഏത് വ്യക്തിയായിരുന്നാലും ഓരോ വ്യക്തിയെക്കുറിച്ചും ഹീ സോ കൺസേൺഡ്. ആ മുറിക്കകത്ത് യേശുവിൻ്റെ സ്നേഹം ഇറങ്ങി വന്നു തന്നെ അനുസരിക്കുന്ന ഒരു പെൺകുട്ടിയിൽ കൂടെ. സുവിശേഷ വേലയിൽ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഇല്ല എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ കടന്നു വരുവാൻ മനസ്സ് കാണിച്ചത് ഒരു പെൺകുട്ടിയായിരുന്നു. അവൾ ആ മുറിയിലേക്ക് കടന്നു വന്നു, യേശുവിൻ്റെ സ്നേഹത്തെ രേഖയുമായി പങ്കുവച്ചു. യേശുവിലേക്ക് കടന്നു വരാൻ അവൾക്കൊരു ആഹ്വാനം കൊടുത്തു. അവൾക്ക് വിസമ്മതിക്കാമായിരുന്നു. മരണത്തിന് ദിവസങ്ങൾ എണ്ണി കഴിയുകയാണ്, ഇനി ആശയ്ക്ക് ഒരു വഴിയുമില്ല, ഇനി എന്നെ ഈ യേശുവാണോ എന്നെ വിടുവിക്കാൻ പോകുന്നത് എന്ന് എനിക്ക് ചിന്തിച്ച് പുറം തള്ളാമായിരുന്നു. എന്നാൽ അന്ന് അവൾ അനുസരിച്ചു. ബൈബിൾ ഇങ്ങനെ പറയുന്നു, അനുഗ്രഹവും ശാപവും നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുക. നിങ്ങൾ മനസ്സ് വെച്ച് കേട്ടനുസരിക്കുന്നുവെങ്കിൽ ദേശത്തെ നന്മ അനുഭവിക്കും. മറുത്തു മത്സരിക്കുന്നുവെങ്കിലോ വാളിനിരയായിത്തീരും എന്ന് യഹോവയുടെ വായി അരുളി ചെയ്യുന്നു എന്നാ ബൈബിൾ നമ്മൾ വായിക്കുന്നത്. പലപ്പോഴും പല സന്ദർഭങ്ങളിലും ദൈവം നമുക്ക് അവസരങ്ങൾ തരും. ഈ TV പ്രോഗ്രാമിൽ കൂടെ ദൈവം നിങ്ങൾക്ക് അവസരം തന്നുകൊണ്ടിരിക്കുക. വേണമെങ്കിൽ നിങ്ങൾ കേട്ടനുസരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറുത്ത് മത്സരിക്കാം. കേട്ടനുസരിക്കുന്നതിൻ്റെ ഔട്ട്കം എന്താണ്? ദേശത്തെ നന്മ അനുഭവിക്കും. അതാണ് രേഖയുടെ ജീവിതത്തിൽ വന്നത്. അത് അവൾ വേറെ ഒന്നും ചെയ്തില്ല. ഇംപ്ലിസിറ്റ് ഒബീഡിയൻസ്. ആ പെൺകുട്ടി പറഞ്ഞത് അവൾ അനുസരിച്ചു, യേശുവിൻ്റെ രക്ഷകനായി സ്വീകരിച്ചു. അവളൊക്കെ അടുത്ത ദിവസം മുതൽ ദ ഹീലിംഗ് സ്റ്റാർട്ടഡ്. മൈറ്റ് ബി ദാറ്റ് മോമെൻറ്റ് ദ ഹീലിംഗ് സ്റ്റാർട്ടഡ്. ഡോക്ടർമാർക്ക് സഹായിക്കാൻ കഴിവില്ലാത്ത ആ വ്രണങ്ങൾ കരിയുവാൻ തുടങ്ങി, ഉണങ്ങുവാൻ തുടങ്ങി. അവൾ പരിപൂർണമായി സൗഖ്യമായി. പറഞ്ഞെ പിന്നെ അതിനുശേഷം ഞാൻ 10ാം ക്ലാസ്സിൽ എക്സാം എഴുതി എല്ലാവരും ചോദിച്ചു, എക്സാമിൻ്റെ ടൈമായി, പബ്ലിക് എക്സാമിൻ്റെ ടൈമായി. അപ്പോൾ എല്ലാവരും ചോദിച്ചു, ഈ കുട്ടി ഇത്രയും ക്ലാസ് അറ്റൻഡ് ചെയ്തില്ല, എന്നൊരു കാര്യം ചെയ്യും, ഇനി നെക്സ്റ്റ് ഇയർ എഴുതാം, നമുക്ക് ഒരു വർഷം കൂടെ വെയിറ്റ് ചെയ്യാം. എനിക്ക് വളരെ വിഷമമായി, എൻ്റെ ഫ്യൂച്ചർ എന്തായി തീരും. എന്നാലും ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച്, രോഗശാന്തി തരാൻ കഴിവുള്ള ദൈവത്തിന് എൻ്റെ വിദ്യാഭ്യാസ കാര്യങ്ങൾ, എൻ്റെ ഭാവിയുടെ കാര്യത്തിലും ദൈവം അത്ഭുതം പ്രവർത്തിക്കും. അങ്ങനെ തീർച്ചയായിട്ടും ഞാൻ ആ ഒരു സമയത്ത് എല്ലാവരും പ്രോത്സാഹിപ്പിക്കാൻ ആരും ഇല്ലായിരുന്നു. എല്ലാവരും പറഞ്ഞു അടുത്ത വർഷം എഴുതാമെന്നാണ്. എന്നാലും ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച്, എൻ്റെ ചെറിയ വിശ്വാസത്തിൽ ഞാൻ ആശ്രയിച്ച് ഞാൻ എക്സാം എഴുതുകയും അത് റിസൾട്ട് സാമാന്യം നല്ല മാർക്കോടുകൂടി പാസ്സാവുകയും, അതെ പാസ്സാവുകയും അതുപോലെ തന്നെ എനിക്ക് ഹയർ സ്റ്റഡീസിൻ്റെ ഉപരിപഠനത്തിനുള്ള അഡ്മിഷൻ കേരളത്തിലെ ഏറ്റവും നല്ല SN കോളേജ് എന്ന് പറഞ്ഞ വിമൻസ് കോളേജിൽ കിട്ടുകയും ചെയ്തു. അത് എൻ്റെ കൂടെ വന്ന ഒത്തിരി മാർക്കുള്ളവർക്ക് പോലും കിട്ടാത്ത ഏറ്റവും നല്ലൊരു ബ്രാഞ്ച് തന്നെ എനിക്ക് കിട്ടി എൻ്റെ ഹയർ സ്റ്റഡീസിന് അവിടെ. അപ്പോൾ രോഗശാന്തിയല്ല, യേശുവിൽ നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭാവിയും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഭദ്രമാണെന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ തെളിവായിരുന്നു അത്. കർത്താവ് അങ്ങ് ഏറ്റെടുക്കുകയല്ലേ. കർത്താവിന് പറയാലോ, നീ എനിക്കുള്ളവൻ അല്ലേ. പിന്നെ നമ്മൾ അവൻ്റെ മകളായി തീർന്നാൽ മക്കളെങ്കിലും അവകാശികൾ. പിന്നെ നമ്മളെല്ലാത്തിനും അവകാശികളാണ്. പിന്നെ നമ്മുടെ കാര്യം കർത്താവല്ലേ ഏറ്റെടുക്കുന്നത്. പിന്നെ രേഖയെ കൈപിടിച്ച് കർത്താവ് നടത്താൻ തുടങ്ങി അല്ലേ. തീർച്ചയായിട്ടും അത് അങ്ങനെ ഞാൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഡിഗ്രിയൊക്കെ കഴിഞ്ഞു. എന്നാലും ദൈവം എനിക്കൊരു സൗഖ്യം തന്നു. എങ്കിലും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും വലുതായിട്ട് കാണുന്നത്, നമ്മൾ ദൈവത്തെ അറിയേണ്ട ഒരു സാഹചര്യം എനിക്കില്ലായിരുന്നു. എല്ലാ ഇതിലും തന്നെയായിരുന്നു. എന്നാൽ ദൈവത്തെ ജീവിതത്തിൽ അറിയുക, നമ്മളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം അറിയുക, അല്ലെങ്കിൽ ദൈവത്തെ അറിയുക എന്നുള്ളതാണ് ഈ ക്ഷണികമായ ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം. അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് ദൈവത്തെ അറിയുക. അല്ല നമ്മൾ കുറേ സമ്പാദിച്ചു, നമ്മൾ കുറേ
പ്രൊഫഷണലായി അതിനൊക്കെ ഒരു പരിമിതിയുണ്ട്. എല്ലാം തീരും. ഒരു പൂ മനോഹരമായ ഒരു പുഷ്പം വാടുന്നത് പോലെ തീർച്ചയായിട്ടും അത് വാടിക്കൊഴിഞ്ഞു പോകും. എന്നാൽ നമ്മൾ ദൈവത്തെ അറിഞ്ഞാൽ, അല്ലെങ്കിൽ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഉദ്ദേശം നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഒരു പോളിസി എടുക്കുന്ന പോലെ സേഫ് ആണെന്ന് എനിക്ക് പറയാനുള്ളത്. ഒരു എവർലാസ്റ്റിംഗ് കമ്മിറ്റ്മെൻറ്റ്. ഓക്കെ. അത് കഴിഞ്ഞു പിന്നെ മോൾ എന്നാ പഠിച്ചേ? അതിനുശേഷം ഞാൻ BA കഴിഞ്ഞു